ഹലോ. നല്ല സങ്കടത്തോടെയാണ് ഞാൻ ഈ ഫ്ലൈറ്റ് കയറിയത്. എമിറേറ്റ്സിലാണ് യാത്ര ചെയ്യണേ. അത് തന്നെ ആദ്യത്തെ എക്സ്പീരിയൻസാണ്. പിന്നെ തൊട്ടടുത്തിരിക്കുന്ന ഫാമിലി നല്ല ഓർക്കാണെങ്കിലും അവരെ മോൻ എന്നെ തീരെ ഓർക്കിയിട്ടില്ല. പിന്നെ ഞാനങ്ങനെ ടി വിയും കണ്ട് തൊട്ട് മുന്നിൽ ബിസിനസ് ക്ലാസ് ആയിരുന്നു. അവിടുത്തെ കാര്യങ്ങളും അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി ചുമ്മാ പുറത്തോട്ട് നോക്കിയിരുമ്പോഴത്തേക്കും ഏകദേശം ദുബായ് എത്തി. ദുബായ് ആയിരുന്നു എൻ്റെ ലേ ഓവർ. അങ്ങനെ ഒരു കുപ്പി വെള്ളവും കുടിച്ച് പുറത്തോട്ട് നോക്കിയപ്പോൾ എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റ്സ് ഇങ്ങനെ പാർക്ക് ചെയ്യുന്നുണ്ട്. ടി വിയിലും അതുപോലെ പിക്ചറിലും മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോഴത്തേക്കും ടി വിയിൽ എഴുതി കാണിച്ചു, താങ്ക് യു ഫോർ ഫ്ലൈയിങ് എമിറേറ്റ്സ്. വേഗം പെട്ടിയും കണക്കി എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. കാരണം എനിക്ക് ചേഞ്ച് ഓവർ ഉള്ളതാണ്. ദുബായിലായിരുന്നു ചേഞ്ച് ഓവർ. അങ്ങനെ നോക്കിയപ്പോൾ കിട്ടണം എയർബസ് 380. ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ എയർബസ് 380 കയറണേ. അതിൻ്റെ ത്രില്ലുണ്ട്, പോരാത്തതിന് ഒടുക്കത്തെ വിഷമം. 90 ദിവസത്തെ വെക്കേഷൻ കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോരണേ. ഒരുപാട് ഓർമ്മകളുണ്ട്. അങ്ങനെ വേഗം അതിൻ്റെ എമ്യൂണിറ്റീസും നോക്കി എയർബസ് 380യുടെ സേഫ്റ്റി ഇൻഫർമേഷൻസും വായിച്ച് ഇരിക്കുമ്പോഴാണ് സിനിമകൾ കണ്ടത്. നേരെ ഫ്രണ്ടിലെ ഇൻഫോടൈം സിസ്റ്റത്തിൽ ഒരുപാട് മലയാള സിനിമ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ 2 സിനിമയും കണ്ടു. ഗെയിം കളിക്കണം എന്നൊക്കെ ആലോചിച്ചു, പക്ഷെ അതിനൊന്നൊരു മൂഡുണ്ടായിരുന്നില്ല. സിനിമ കണ്ടത് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ, ഓർമ്മകൾ മറക്കാൻ വേണ്ടിയിട്ട്. ഞാനാണെങ്കിൽ ഭയങ്കര ഹോം സിക്നെസ് ഉള്ളൊരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ തിരിച്ചു പോരാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. പതുക്കെ പുറത്തോട്ടൊക്കെ നോക്കിയിരിക്കുമ്പോഴത്തേക്കും ഫ്ലൈറ്റ് ലാൻഡായി. അങ്ങനെ എമിഗ്രേഷനും കഴിഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് എൻ്റെ 2 കൊളീഗ്സ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ സ്വന്തം നാട്ടുകാർ തന്നെയാണ്, പക്ക തൃശ്ശൂർക്കാർ. അങ്ങനെ അവരെയും തപ്പി ഞാൻ പുറത്തേക്ക് ഇറങ്ങി. വീണ്ടും നമ്മുടെ ജോലിയിലേക്ക്. ജോലി പിന്നെ ഒട്ടും മടുപ്പില്ലാത്ത ജോലി ആയതുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ളൂ. അപ്പോൾ അടുത്ത വെക്കേഷൻ വരെ വീണ്ടും കാത്തിരിക്കും.